സ്റ്റോറി ഞങ്ങൾ കൊച്ചിനെ ഒരുമിച്ച് പഠിച്ചതാണ്. പക്ഷേ പഠിച്ചപ്പോൾ സ്കൂളിൽ വെച്ചൊന്നും കണ്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി +1 +2 മാന്നാർ പോയി. ഞാൻ തിരുവല്ലയല്ല പഠിച്ച കോളേജ്. അപ്പോൾ പോയ വഴിക്ക് ഇങ്ങനെ കണ്ടു. ഒരു ചെക്കനെ ഇങ്ങനെ എന്നെ നോക്കിപ്പോന്നു. എനിക്ക് ചെക്കനെ നല്ല പരിചയമുണ്ട്. ചെക്കനാണെങ്കിൽ ഇങ്ങനെ എന്നെ ചിരിച്ചു. ഞാനിങ്ങനെ ചിരിച്ചു. ഇവനേതായത് ഇവനെ എവിടെയോ കണ്ടിട്ടുണ്ടോന്ന് എനിക്ക് തോന്നുന്നു. പുള്ളിക്കാരി അയ്യച്ചാടി കോളേജിൽ പോയി. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ അവൻ്റെ കൊച്ചിനെ കാണാനായിട്ട് അയ്യച്ചാടി പോയപ്പോൾ പുള്ളിക്കാരി വീണ്ടും അവിടെ കണ്ട് FBയിൽ റിക്വസ്റ്റ് അയച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തുടങ്ങി. 1-2 തവണയും കൂടെ കാണാൻ പോയി. ലാപ്ടോപ്പ് ശരിയാക്കാനാന്ന് പറഞ്ഞ് വ്യാജേന എന്നെ കാണാൻ വന്നതല്ലേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത് ആക്സിഡൻ്റലായിട്ട് മീറ്റ് ചെയ്തതെല്ലാം പുള്ളി പ്ലാൻഡായിട്ട് മീറ്റ് ചെയ്തതാണ്. അങ്ങനെ പിന്നെ അത് 6 വർഷമായി. വൈഷ്ണവിനെ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ മിണ്ടാൻ പറ്റത്തില്ലല്ലോ. അപ്പം പിന്നെ ഞാൻ കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചു. ആളെ ഇഷ്ടപ്പെടാൻ കാരണം പുള്ളിക്കാരി ഫസ്റ്റിൽ കണ്ടുള്ള ഇഷ്ടമാണ്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്തോളൂ. നമ്മളെന്ത് കാണിച്ചാലും അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഭയങ്കര കുറുമ്പിയാണ്. ഞങ്ങളുടെ വീട്ടിലെ ഗുണ്ടയാണ്. പക്ഷെ ഭയങ്കര സ്നേഹമുള്ള കുട്ടിയാണ്. കോമഡിയാ. അവളെ വരും മോമോന്നോ ഞങ്ങൾ മോമോന്നാ വിളിക്കുന്നത്. ഭയങ്കര ക്രിയേറ്റീവ് ആണ്. ഇത് ക്ലാസ്സിൽ പ്രശ്നമുണ്ട്. അത്രയും ആമ്പിള്ളേരുടെ കൂട്ടത്തിൽ ഒരു പെണ്ണാത്തില്ലേ. പണ്ടൊന്നും ഒന്നും കഴിക്കില്ലായിരുന്നു. കോവയ്ക്ക മാത്രമേ തിന്നത്തുള്ളായിരുന്നു. വേറെ ഒന്നും തിന്നത്തില്ല. പച്ചക്കറി കോവയ്ക്ക ഇല്ലാതെ ഒരു ദിവസവും ഇല്ല. ഇപ്പം തിരിഞ്ഞു കടിക്കാത്ത എന്തിനാ അവള് കഴിക്കും. നമ്മളും കൂടെ മാറി നിൽക്കണം എന്നുള്ള പേടി മാത്രമേ. അങ്ങനെ ഒരു വ്യക്തിയെ അല്ലെ ആ ഒരു ബ്രൈഡൽ ലുക്കിൽ കാണുമെന്ന് അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് കാണുമെന്ന് വിചാരിക്കാത്ത ഒരാളാണ് ഞാൻ. പെട്ടെന്ന് ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര അടിപൊളിയായിരുന്നു. അതിലേക്ക് കിട്ടാവുന്നത് വെച്ചിട്ട് ഏറ്റവും നല്ല ഒരു ചെറുക്കനാണ്. സുന്ദരനാണ്, സുമുഖനാണ്, വൈശാഖ് ഭയങ്കര ചില്ലാണ്. ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഭയങ്കര മെച്ചോർഡാണ്. നമുക്ക് തന്നെ കൊതിയായിപ്പോ ഇങ്ങനൊരു ബ്രദറിനെ ആരെങ്കിലും വീട്ടിൽ ആരെയും മാറ്റി നിർത്തുന്ന ക്യാരക്ടർ അല്ല. എല്ലാരെയും ഒപ്പം ചേർത്ത് നിർത്താൻ പറ്റുന്ന ആ ഒരു ക്യാരക്ടറാണ്. തിരിച്ചും രണ്ടുപേർക്കും ലൈക്ക് ദേ മേഡ് ഫോർ ഈച്ച് അതർ. ഐ ലവ് യു ബോത്ത്. വിഷിംഗ് യു ബോത്ത് എ ഫാന്റാസ്റ്റിക് മാരീഡ്. രാത്രികൾ പോലെ ആരോ ഇരുൾ മാഞ്ഞ പകലത് പോലെ ആരോ മനമാകെ കവർന്നത് പോലെ ആരോ ഇടനെഞ്ചിൽ പെയ്തത് പോലെ ജനികാ കല്യാണം മനസ്സാൽ നിന്നാണം ഇവിടെ തുടരും. തുടരെ മരുഭൂവിൽ ജലഗണമതു പെയ്യാൻ വഴി തേടിടുമാ മുകിൽ പോലിനി മധുവാൽ മണമൂറും നിളയായി പടരുമ്പോൾ കാറ്റാൽ തണുചേരും. ഉലയും നീരിഴയുന്നിനാൽ ഹൃദയം താലി പണിഞ്ഞുവോ നീളും കരയുടെ മാറിലായി തിരയായി വന്നു പുണർന്നുവോ നിറമണിയുമ്പോഴാ ശലഭം വാനിലുയർന്നുവോ മഴവിൽ
ജനികാ കല്യാണം മനസാ നിന്നാണം ഇവിടെ തുടരും ഇതുപോലിനി തുടരെ മരുഭൂവിൽ ജലഗണമതു പെയ്യാൻ വഴി തേടിടുമാ മുകിൽ പോലിനി നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്ത് നിങ്ങൾ തന്നെ എക്സിക്യൂട്ട് ചെയ്ത ഈ ഒരു സംരംഭം വളരെ മികച്ച രീതിയിൽ പോകണമെന്ന് ഞാൻ ആശംസിക്കുന്നു. ആകാശമാൻ തീരമതിലാകെ അലയെ നീ തിരഞ്ഞതേ എൻ പാട്ടിൻ നീണമേ നിഴൽ വീണു വഴിമറയെ അണയാച്ചിരാതായി ഞാൻ വരില്ലയോ നിന്നരികിലില്ലയോ ഉയിരേ 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 ഈ നദി ഞാൻ ഒഴുകും ദൂരെ ഉയിരേ 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 നീയാം കടലോടിനി ചേർന്നിടുമേ സന്ധ്യ പോലെ ഓർമ്മകൾ വന്നിതാ സ്വരങ്ങളായി നിഴൽ വീണു വഴിമറയെ അണയാച്ചിരാതായി ഞാൻ വരില്ലയോ നിന്നരികിലില്ലയോ കാര്യം ഞങ്ങളുടെ വീട്ടിലിപ്പം എല്ലാവരെയും ഞങ്ങളെ 3 പേരേ ഉള്ളൂ വീട്ടിൽ. അപ്പം എല്ലാവരെയും ഫുള്ള് കണക്ട് ചെയ്യുന്ന ഒരു ആള് ശ്രീകുട്ടിയാണ്. അപ്പം അതായിരിക്കും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത്. ഉയിരേ 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 ഈ നദി ഞാൻ ഒഴുകും ദൂരെ ഉയിരേ 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 നീയാം കടലോടിനി ചേർന്നിടുമേ ലാപ്ടോപ്പ് ശരിയാക്കാനാണെന്നും ഫോൺ ശരിയാക്കാനാണെന്നും പറഞ്ഞിട്ട് ഓരോരോ വഴിക്ക് ഇങ്ങനെ വരും. എടാ നമ്മളെ ഒന്ന് കണ്ടോട്ടെ എന്ന് വെച്ചിട്ട് പോന്നാ. വേണേ നമ്മളെ ഒന്ന് കണ്ടോട്ടുന്നത് എന്തിനാ വേണേ എനിക്കെന്തിനാ കാണുന്നത്? കാണുമ്പോഴാണല്ലോ ഈ ഇഷ്ടം ഉണ്ടാകുന്നത്. ആ രീതി സെറ്റ് ചെയ്തോ കണ്ടോ. മായം കാട്ടി മയക്കിടല്ലേ മാനത്തോടെ നടത്തിടല്ലേ കാതിൽ നിന്ന് ചൊന്നതെല്ലാം നേരാണോ നിന്നെ മാത്രം ഓർത്തിരുന്ന് കനവുകൾ കോർത്തെടുത്ത് പുടമുറി കാത്തിരിക്കും നാടൻ പെണ്ണായി അഴകെ ചങ്കുലക്കണ ചോദ്യം ഇതെന്റെ തീയരിക്കണോ രാധിയുമെന്റെ നമ്മൾ രണ്ടും രണ്ടായെന്നാൽ ലോകം തീരില്ലേ കാവിലെത്തി വിളക്കു കൊളുത്തി നാടറിഞ്ഞൊരു താലിയും കെട്ടി കയ്യിൽ കൈയും കോർത്തും കൊണ്ടേ കൂടെ കൂട്ടും ഞാൻ മഴവിൽ ചന്തമേ നീ എൻ സ്വന്തമേ ഞങ്ങൾ ബൈ.